പാലക്കാട് രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുകയാണ്. ഇവിടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്തോളും. പ്രധാന പ്രചാരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് തോന്നുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട് MLAക്ക് നേരെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് സമാനമായ സ്വഭാവമുള്ള പരാതികളാണ് ഇവിടെയും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഫസ്റ്റ് പത്രസമ്മേളനത്തിലും ആദ്യത്തെ 2 ദിവസങ്ങളിലും കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതും കോടതിയിലാണ്. നിയമം ഏറ്റവും ശക്തമായി നടക്കട്ടെ. നിയമം ഏറ്റവും കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇങ്ങനെ ഓരോ പരാതികൾ വരുമ്പോൾ അത് ക്ഷണം ചെയ്യില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് പരാതി വരുന്നതൊക്കെ അവർ വ്യക്തിപരമായി അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഏറ്റവും കൃത്യമായ നീതി, ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് കൃത്യമായ നീതി ലഭിക്കണം. അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അവരോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കോടതിയും പോലീസും എല്ലാം വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ഈ ഷാഫി പറമ്പിൽ ആശാനാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറയാലോ. അതിപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി പറയുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ, അല്ലേ? നമ്മളെപ്പറ്റി മറ്റുള്ള ആൾക്കാർ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇല്ല. അങ്ങനെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അത് കൃത്യമായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യുക. ഞാൻ എപ്പോഴും ആ പെൺകുട്ടി ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന ഭാഗത്ത് തന്നെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു. വ്യക്തിപരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൽ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗൺസിലറാണ്, കോൺഗ്രസിൻ്റെ അംഗമാണ്. അപ്പോൾ ഈ അഡ്രസ്സൊക്കെ അയാൾ ദുരുപയോഗം ചെയ്തിട്ടല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ ഒരു വാർഡ് കൗൺസിലറോ മറ്റുള്ള ആളുകളോ ഒക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജസ്റ്റ് ഒരു കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അത് 100% അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ആ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള തരത്തിലെന്ന് പറയുന്നത്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും അവരെല്ലാം കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ള പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കേട്ടോ.